ലൈംഗിക പീഡനാരോപണത്തെ നേരിടുന്ന കൊല്ലം എം.എൽ.എ. മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദം മുറുകുമ്പോഴും ഈ വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായില്ല. വിഷയം നാളെ സംസ്ഥാന സമിതി ചർച്ച ചെയ്യും. കൊല്ലത്ത് നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം കേൾക്കും. രാജി ആവശ്യം അംഗീകരിക്കാൻ ഇടയില്ലെന്നാണ് സൂചന. മുകേഷിന് പറയാനുള്ളതും പാർട്ടി പരിഗണിക്കും. ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പ്രതികരിച്ചത്. അതേസമയം എം.എൽ.എ. സ്ഥാനത്ത് നിന്ന് മുകേഷ് മാറി നിൽക്കണമെന്ന ആവശ്യമാണ് CPI ഉന്നയിക്കുന്നത്. ഇക്കാര്യം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനിടെ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി മുകേഷ് കൊച്ചിയിലെത്തി അഭിഭാഷകനെ കണ്ടു. MLA ബോർഡ് നീക്കം ചെയ്ത് അതീവ രഹസ്യമായാണ് മുകേഷ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെത്തിയത്. പോലീസ് സുരക്ഷയും ഒരുക്കിയിരുന്നു. കൊച്ചിയിലുള്ള സ്വന്തം ഫ്ളാറ്റിൽ മുകേഷ് പോയില്ല. അഭിഭാഷകൻ ജിയോ പോളിനെയാണ് മുകേഷ് കണ്ടത്. കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യത്തിനായി മുകേഷിന് വേണ്ടി ഹാജരായതും ജിയോ പോളാണ്. മുകേഷിനെതിരെ ആരോപണമുന്നയിച്ച നടി ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നുവെന്നും ഇതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും MLA മുമ്പ് പറഞ്ഞിരുന്നു. ആരോപണം ഉന്നയിച്ചിരിക്കുന്ന നടി പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുവെന്നും ഇതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും മുകേഷ് അവകാശപ്പെട്ടിരുന്നു. പണം ആവശ്യപ്പെട്ടിട്ടും നൽകാത്തതിലെ പ്രതികാരമാണ് ആരോപണത്തിന് പിന്നിലെന്നാണ് മുകേഷ് മുമ്പ് പ്രതികരിച്ചത്. മുകേഷ് ഏതു തരത്തിലുള്ള അന്വേഷണവുമായി സഹകരിക്കാനും പൂർണ്ണമായും തയ്യാറാണ്. നാളെ വേണമെങ്കിൽ നാളെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനും മൊഴി നൽകാനും ചോദ്യം ചെയ്യലിന് ഹാജരാകാനും മുകേഷ് തയ്യാറാണെന്നും നേരത്തെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു. പോലീസ് ബലാത്സംഗ കേസെടുത്തതോടെ മുകേഷ് രാജിവെക്കണ ആവശ്യവുമായി പ്രതിപക്ഷ സംഘടനകൾ രംഗത്തുണ്ട്. മുകേഷിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പരാതിക്കാരിയായ നടിയും. മജിസ്ട്രേറ്റിന് മുന്നിൽ കൃത്യമായ തെളിവുകളോടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞു. എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ. ഏത് പ്രമുഖനായാലും കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതിനെ തുടർന്ന് ലഭിച്ച ആർജവമാണ് പരാതി നൽകാനുള്ള പ്രേരണ. സർക്കാരിൽ വിശ്വാസമുണ്ട്. കേസിനെ ബാധിക്കുമെന്നതിനാൽ കൂടുതലൊന്നും പറയുന്നില്ല, നടി കൂട്ടിച്ചേർത്തു. മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു, ലോയേഴ്സ് കോൺഗ്രസ് നേതാവായിരുന്ന അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ എന്നിവരും 2 പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരും ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് നടി പരാതി നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ IPS ഉദ്യോഗസ്ഥരായ അജിത ബീഗം, പൂങ്കുഴലി എന്നിവർ ഇവരുടെ ഫ്ളാറ്റിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു.